തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ നിലപാട് കടുപ്പിച്ച് സിപിഐ. അന്വേഷണ റിപ്പോർട്ട് ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെക്കുന്നെന്ന് തലക്കെട്ടിൽ സിപിഐയുടെ പാർട്ടി മുഖപത്രമായ ജനയുഗത്തിൽ എഴുതിയ മുഖപ്രസംഗത്തിലാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയിലുള്ള എഡിജിപി സ്ഥലത്തുണ്ടായിട്ടും ഇടപെടാത്തത് ദുരൂഹമാണെന്നും ക്രമസമാധാന പാലനത്തിലെ അനുഭവ സമ്പത്ത് പ്രശ്നപരിഹാരത്തിന് ഉപയോഗിച്ചില്ലെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നു. ശക്തമായ വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. വീണ്ടും വിമർശനം ആവർത്തിക്കുകയാണ് സിപിഐ. ഇപ്പോൾ ജനയുഗം മുഖപ്രസംഗത്തിലാണ് ഇത്തരത്തിൽ എഡിജിപിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി സിപിഐ രംഗത്ത് എത്തിയിട്ടുള്ളത്. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് എഡിജിപി അജിത് കുമാറിന്റെ സാന്നിധ്യം, അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയുള്ള വിമർശനം ആവർത്തിക്കുകയാണ് സിപിഐ. വി അരുൺ ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. സിപിഐ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല. എം.ആർ. അജിത്കുമാറിന്റെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ് സിപിഐ. ഇന്നലെയും ഇന്നും പാർട്ടി മുഖപത്രത്തിലെ ലേഖനങ്ങളിൽ കടുത്ത വിമർശനവും നിലപാടുമാണ് സിപിഐ ഉന്നയിക്കുന്നത്. ഇന്ന് പാർട്ടി മുഖപത്രത്തിൽ മുഖപ്രസംഗമായാണ് ഈ വിഷയം സിപിഐ ഉന്നയിക്കുന്നത്. ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെച്ച അന്വേഷണ റിപ്പോർട്ടെന്നാണ് അതിന്റെ തലക്കെട്ട് തന്നെ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തെപ്പറ്റി എഡിജിപി സർക്കാർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രി പറഞ്ഞ നിലപാടാണത്. അന്വേഷണം പ്രഖ്യാപിച്ച് 5 മാസം പിന്നിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാതിരുന്ന വിവാദമായിരുന്നു. അങ്ങനെ അന്വേഷണം നടന്നിട്ടില്ലെന്നാണ് പോലീസിൽ നിന്നുള്ള വിവരാവകാശ രേഖ വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഭാഗത്ത് നടന്ന പൂരംകരക്കൽ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ സഖ്യത്തിന്റെ വിജയം ഉറപ്പാക്കാൻ ആസൂത്രിതമായി നടന്ന അട്ടിമറി പ്രവർത്തനമെന്ന പൊതുജന വികാരമുണ്ട്. ഇന്നലെ അത് സിപിഐ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ആ ലേഖനത്തിൽ. പക്ഷെ ഇപ്പോൾ ഇതൊരു പൊതുജന വികാരമായാണ് സിപിഐ ചൂണ്ടിക്കാട്ടുന്നത്. ആ വിശ്വാസം തെറ്റാണെങ്കിൽ യുക്തിഭദ്രമായി തിരുത്താനുതകുന്ന അന്വേഷണവും അതിന്റെ റിപ്പോർട്ടുമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതായത് എഡിജിപി എം.ആർ. അജിത്കുമാറിനെ പങ്കുണ്ടെന്ന ആരോപണം പൊതുസമൂഹത്തിൽ ശക്തമാണ്. ആ സംശയത്തിൽ ശക്തി പകരുന്ന പല വസ്തുതകളും പൊതുമണ്ഡലത്തിൽ ലഭ്യവുമാണ്. തൃശൂർ പൂരം പോലെ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവത്തിന്റെ ക്രമസമാധാന സുരക്ഷാ ചുമതല പൂർണ്ണമായും താരതമ്യേന ജൂനിയർ ഉദ്യോഗസ്ഥൻ മാത്രം നിക്ഷിപ്തമായിരുന്നു എന്ന് കരുതാനാകില്ല. അധികാര ശ്രേണിയിൽ കമ്മീഷണർക്ക് മേലെയുള്ള എഡിജിപി അടക്കം ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം പൂര ദിവസങ്ങളിൽ തൃശൂർ ഉണ്ടായിരുന്നു. പൂരത്തലേന്ന് ക്രമസമാധാന സുരക്ഷാ വിഷയങ്ങൾ വിലയിരുത്താൻ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും എഡിജിപി പങ്കെടുത്തു. അങ്ങനെ വരുമ്പോൾ അജിത് കുമാറിന് ഇതിലൊരു ബന്ധവുമില്ല എന്ന് പറയാൻ കഴിയില്ല. പൂരം അലങ്കോലപ്പെടുത്തുന്നതിനെ തുടർന്ന് സ്ഥലത്തുനിന്ന് ശ്രമിച്ച റവന്യൂ മന്ത്രി അടക്കം ജനപ്രതിനിധികളുടെ യാത്ര തടസ്സപ്പെട്ടപ്പോഴും എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും സംഘപരിവാർ നേതാക്കളും സേവാഭാരതി ആംബുലൻസും മറ്റുമായി രംഗത്തെത്തി ചർച്ചകൾ ആരംഭിച്ചു എന്ന സംഭവം ആസൂത്രിത അജണ്ടയുടെ ഭാഗമാണെന്ന സംശയം ബലപ്പെടുത്തുന്നുവെന്ന് സിപിഐയുടെ മുഖപത്രത്തിന്റെ മുഖപ്രസംഗം പറയുന്നു. ലോക്സഭ അതുകൊണ്ട് തന്നെ ഇതൊരു കൃത്യമായ അന്വേഷണമായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് ഈ അന്വേഷണ റിപ്പോർട്ട് മാധ്യമങ്ങൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾ എന്ന് തോന്നുന്നു. ഏതായാലും റിപ്പോർട്ട് താൻ കാണട്ടെ, കണ്ട ശേഷം അതിൽ പ്രതികരിക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഏതായാലും മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഇന്ന് രാവിലെ തന്നെ ഈ റിപ്പോർട്ട് എത്തും. DGP നേരിട്ട് റിപ്പോർട്ട് കൈമാറാനാണ് സാധ്യതയുള്ളത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും അതിലൊരു തുടരന്വേഷണം, അതായത് അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിന് അത് പരിഗണിക്കാതെ അതിന്മേലൊരു അന്വേഷണം കൂടി നടത്താനാണ് സിപി ആവശ്യപ്പെടുന്നത്. പക്ഷേ സർക്കാരും അതിന് വഴങ്ങിയേക്കും. DGPയുടെ സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്വേഷണം ഒരുപക്ഷെ ഉണ്ടായേക്കും. അതായത് മുഖ്യമന്ത്രി റിപ്പോർട്ട് കണ്ട ശേഷമാകും തീരുമാനമെടുക്കുക. സിപിഐയുടെ ആവശ്യവും അതുതന്നെയാണ്. തീർച്ചയായും. എന്തായാലും എഡിജിപി എം.ആർ. അജിത് കുമാറിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് സിപിഐ. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.